നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മുടെ ആധാർ കാർഡ് സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു വാലിഡ് പ്രൂഫ് അല്ല എന്നുള്ള കാര്യം? അപ്പൊ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ന്യൂസ് പറയാം. അതായത് നമ്മുടെ റീസെന്റ് ന്യൂസിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ SAR നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എന്നൊരു വാർത്ത. അപ്പോൾ എന്താണ് SAR? SAR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബീഹാറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്തിനാണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ ഒരു ഇലക്ടറിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, SAR എന്നാൽ ഒരു ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ ക്യാമ്പയിൻ ആണ്. ഇതുവഴി എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ, എക്സ്പെഷ്യലി ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഇൻഎലിജിബിളും ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ഇതുവഴി ട്രാൻസ്പെറൻസിയും ആക്യുറസിയും ഉറപ്പുവരുത്തുക എന്നതാണ് SARന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു റിവിഷൻ ആദ്യമായി തുടങ്ങുന്നത് 2003 മുതലാണ്. അതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ റാപ്പിഡ് ആയിട്ടുണ്ടാകുന്ന അർബനൈസേഷനും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടുന്നതും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇല്ലീഗൽ മൈഗ്രൻസ് വ്യാപിക്കുന്നതിന്റെ കൺസേൺസും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങളുടെ എണ്ണങ്ങൾ കൂടുന്നതിന്റെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു റിവിഷൻ എന്നുള്ളൊരു പ്രോസസ്സ് 2003 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. എങ്ങനെയാണ് ഇനി SARന്റെ പ്രോസസ് എന്ന് വെച്ചാൽ BLOs, അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, ഇവരാണ് നമ്മൾ ഒരു വോട്ടർ ഐഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇന്ന നാട്ടിൽപ്പെട്ട വോട്ടർ ആണെന്ന് വെരിഫൈ ഒക്കെ ചെയ്തത്. അപ്പൊ ഇവര് ഡയറക്ട്ലി വന്നിട്ട് വീട്ടിൽ എന്ത് ചെയ്യും, ഓരോ ഇലക്ടറിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുകയും ഇവരാണ് ബാക്കി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഒരിക്കലും ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫ് ആയിട്ട് നമുക്ക് ലീഗലി സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ആധാർ ആക്ട് 2016 ഈ ഒരു കാര്യം എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഫോറിൻ നാഷണൽസിനും NRIസിനും അതേപോലെ തന്നെ OC കാർഡ് ഹോൾഡേഴ്സിനും ആധാർ കാർഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആധാർ കാർഡ് ഒരു പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആയിട്ട് എവിടെയും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ആധാർ കാർഡ് ഏജ് പ്രൂഫ് ആയിട്ടും പ്രൂഫ് ഓഫ് റെസിഡൻസ് ആയിട്ടും ഒക്കെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ SAR റിവിഷന്റെ ടൈമിൽ നമ്മുടെ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആയിട്ട് പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.